ഹമ്മർ ആദ്യമായി ഗോഡൌൺ ആക്കിയ ഒരു മലയാളി കേട്ടോ. വണ്ടിനകത്ത് ഒരുപാട് സാധനം ഗോഡൌൺ പോലെയാണ് വണ്ടി. ദുരിതാശ്വാസ ക്യാമ്പ്. ഫ്രണ്ട് 2006 മോഡല് ഹമ്മർ എടുത്തിട്ട് ഒന്ന് പെട്ടിട്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വണ്ടി കാണിച്ചു തരാം. അപ്പൊ ഈ വണ്ടി ഞങ്ങളിപ്പോ പ്ലാൻ ചെയ്യാൻ പോണത് ഫ്രീ ആയിട്ട് ഒരു ഗീവ് അവേ അങ്ങ് സെറ്റ് ചെയ്യാന്നുള്ള പ്ലാൻ. ഹമ്മർ H3 ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഗീവ് അവേ എടുക്കാൻ പോണ് ഹമ്മർ H3 കേട്ടോ. ഗൈസ് ഇതാണ് 4x4 ഹമ്മർ H3. ഓക്കെ 2006 മോഡല് ഹമ്മർ എടുത്തിട്ട് ഒന്ന് പെട്ടിട്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വണ്ടിയുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷമായി വണ്ടി എടുത്തിട്ട് പേപ്പറും കാര്യങ്ങളെല്ലാം എക്സ്പയർ ആയി. വണ്ടിക്ക് മൊത്തം കംപ്ലൈൻസും കാര്യങ്ങളെല്ലാം വന്നു. മൊത്തത്തില് പെട്ട അവസ്ഥയായി. അങ്ങനെ ഇപ്പൊ വണ്ടി വിൽക്കാനും പറ്റുള്ള വിൽക്കാണ്ടിരിക്കാനും പറ്റുള്ളാത്ത അവസ്ഥയാണ്. നമ്മളിപ്പോ കറന്റ് ഖത്തറിലാണുള്ളത്. ഖത്തറിലെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വണ്ടി പൊടി പിടിച്ചു കഴിഞ്ഞാല് ബലതിയെ കൊണ്ടുപോകും എന്നുള്ള രീതികളുണ്ട് ഇവിടെ. അപ്പോൾ അതുള്ളതുകൊണ്ട് തന്നെ നമുക്കിത് വിൽക്കാണ്ടിരിക്കാനും പറ്റില്ല. വിൽക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഫൈൻ കിട്ടും, ബലതിയെടുത്ത് ഫൈൻ കിട്ടും. വിൽക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും പറ്റണല്ലോ. വിൽക്കാനായിട്ട് കംപ്ലൈന്റ് ആണ്. ഇപ്പൊ അവസാനം അതിന്റെ താക്കോലും കാണുന്നുണ്ട്. അപ്പൊ ഏതായാലും ഇന്നിപ്പോ ഒന്ന് പോയി നോക്കി വണ്ടി ഒന്ന് കണ്ടറിയാന്നുള്ളൊരു പ്ലാനിലാണുള്ളത്. വണ്ടി ഞങ്ങൾ പൊളിക്കാനുള്ള ചാൻസും ഉണ്ട്. അപ്പൊ ഹമ്മർ H3 എടുത്തിട്ട് പെട്ട് നിൽക്കുന്ന അവസ്ഥയാണുള്ളത്. ഓക്കെ 2006 മോഡലില് ഹമ്മർ H3 ലക്ഷങ്ങൾ സ്പെൻഡ് ചെയ്ത വണ്ടിയാണ്. ലക്ഷങ്ങൾ ഇറക്കിയ വണ്ടി. അങ്ങനെ നമ്മള് കംപ്ലീറ്റ്ലി അതില് ലോക്കായി. അപ്പൊ ഞാൻ വണ്ടി കാണിച്ചു തരാം. അപ്പൊ ഈ വണ്ടി ഞങ്ങളിപ്പോ പ്ലാൻ ചെയ്യാൻ പോണത് ഫ്രീ ആയിട്ട് ഒരു ഗീവ് അവേ അങ്ങ് സെറ്റ് ചെയ്യാന്നുള്ള പ്ലാനിലാണ്. ഓക്കെ എല്ലാവർക്കും ആർക്കും വേണമെങ്കിലും പങ്കെടുക്കാം ഗീവ് അവേയില്. നിങ്ങൾക്ക് വണ്ടി കാണിച്ചു തരാം. ഇപ്പൊ ഇതാ ഹമ്മർ H3 ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഗീവ് അവേ എടുക്കാൻ പോണ് ഹമ്മർ H3 കേട്ടോ. ഗൈസ് ഇതാണ് 4x4 ഹമ്മർ H3. അപ്പോ ലക്ഷങ്ങൾ മുടക്കിയിട്ടേക്കണ വണ്ടിയാണ്. ഇപ്പൊ നിലവിൽ നമുക്ക് ഈ വണ്ടിയുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫ്രീ ആയിട്ട് ഇനി ഗീവ് അവേ കൊടുക്കാം എന്നുള്ളൊരു പ്ലാനില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇതിനകത്ത് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. സൂപ്പർ വണ്ടിയാണ്. വണ്ടിക്ക് പോരായ്മകളോ കാര്യങ്ങളൊന്നുമില്ല. വണ്ടിനകത്ത് ഒരുപാട് സാധനം ഗോഡൌൺ പോലെയാണ് വണ്ടി. ദുരിതാശ്വാസ ക്യാമ്പോ. ഫ്രണ്ട് ഇപ്പൊ നമുക്ക് ഓക്കെ ഫ്രണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഹമ്മർ H3. അപ്പൊ ഈ വണ്ടി എടുക്കണവർക്ക് ഫ്രീ ആയിട്ടൊരു എയർപോർട്ടിലേക്ക് പോകാനുള്ള ലഗേജ്, ബാഗ്, പിന്നെ സാധനങ്ങളെല്ലാം ഉണ്ടാവും കേട്ടോ. ഓക്കെ കസേരയൊക്കെ ഉണ്ട് കേട്ടോ. വണ്ടിയുടെ ഇന്റീരിയർ സീറ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ സീറ്റൊക്കെയാണ് വന്നിരിക്കുന്നത്. മുകളിൽ സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പുതപ്പ്, ചട്ടി, കലം ഇതൊക്കെ ഉണ്ട്. ഇതാണ് വണ്ടി ഉള്ളത് കേട്ടോ. ഇതിപ്പോ ഫ്രീ ആയിട്ട് ഗീവ് അവേ കൊടുക്കാൻ പോവാണ്. ഹമ്മർ H3 2006 മോഡല് ഖത്തറിലുള്ളവർക്ക് ഫ്രീ ഗീവ് അവേ. ഇവിടെ ഫ്രണ്ട് വ്യൂ ഒന്ന് കാണിച്ചു കൊടുത്ത വണ്ടിയുടെ. പോരായ്മകളുണ്ട് വണ്ടിക്ക് പോരായ്മകളുണ്ട്. എന്നാലും നമുക്ക് വണ്ടി നന്നാക്കി എടുക്കാൻ, റെഡിയാക്കി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് റെഡിയാക്കി എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയാ. ഓക്കെ ഹമ്മർ H3. ഗൈസ് ഹമ്മർ എടുത്തിട്ട് പെട്ടുപോയൊരു സുഹൃത്താണ് നമ്മളുടെ ഇവിടെ ഉള്ളത്. ഹമ്മർ ആദ്യമായി ഗോഡൌൺ ആക്കിയ ഒരു മലയാളി കേട്ടോ. ഹമ്മർ H3 ഗോഡൌൺ ആയിട്ട് ഖത്തറിലെ യൂസ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഗോഡൌൺ പോലെ നിങ്ങൾക്ക് സാധാരണ എന്തെങ്കിലും സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടിയുണ്ട്, നമ്മുടെ ഹമ്മർ ഉണ്ട്. ഹമ്മറിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാം കേട്ടോ. അപ്പൊ തൽക്കാലം 4 now നിങ്ങൾക്ക് ഇതൊക്കെ യൂസ് ചെയ്തെടുക്കാം. താല്പര്യമുള്ളവർക്ക് കണക്ട് ചെയ്യാം. അതെ.